ഹലോ ഫ്രണ്ട്സ്, എയർഫോർഡ് മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായി കാണുന്നെങ്കിൽ എൻ്റെ പേര് ആൽബി. ഞങ്ങൾ ഈ ചാനലിലൂടെ കാണിക്കുന്ന ഞങ്ങൾ ചെറിയ ചെറിയ ലൈഫ് മൊമെൻറ്റ്സ്, ചെറിയ ചെറിയ യാത്രകൾ, അതുപോലെ തന്നെ ഫുഡ് റെസിപ്പീസ്, സ്കിൻ കെയർ പ്രോഡക്ട്സ്, മേക്കപ്പ് പ്രോഡക്ട്സ്, അതുപോലെ തന്നെ ഞങ്ങളുടെ മോൾക്ക് 7 മാസമാണ്. അപ്പം അവൾക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ്, ഞങ്ങൾക്ക് യൂസ്ഫുള്ളായ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ, ഈ ചാനലിലൂടെ ഞങ്ങൾ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ നമുക്ക് സ്കിൻ കെയറിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ഞാൻ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് ഏതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ പോയി കാണണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറും എസെൻഷ്യൽ ഓയിലും ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് ഞാൻ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള ഇതാണ് മോയ്സ്ചറൈസറും എസെൻഷ്യൽ ഓയിലും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഇതാണ്, ന്യൂട്രോജനയുടെ ഹൈഡ്രോ ബൂസ്റ്റ്. ഈ മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ സ്കിന്ന് ഞാൻ അതിനുമ്പ് കാണിക്കാം. ഇതൊരു ആക്നെ പ്രോൺ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ് എൻ്റെ. നിങ്ങൾക്ക് കാണാം എൻ്റെ സ്കിന്ന് ഇവിടെ ആക്നേസ് ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ സ്കിന്നിൽ പോൾസ് ഒക്കെ ഉണ്ട്. ക്ലീൻ സ്കിന്നൊന്നും അല്ല എൻ്റെ ഇത്, പക്ഷേ ഇതിലും ആക്നേസ് ഒക്കെ ഉണ്ടായിരുന്നു നേരത്തെ. അപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് തനിയെ സ്കിന്ന് ക്ലിയർ ചെയ്താണോ അതോ ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ഇതാണോ എന്ന് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആക്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ പോയി കാണണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന എസെൻഷ്യൽ ഓയിൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇതാണ് ജോജോബ ഓയിൽ. ഇത് സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരുന്ന, അതുപോലെ തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുകയും ഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു എസെൻഷ്യൽ ഓയിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഇതിൽ പറയുന്നില്ല. ഫൗണ്ടേഷൻ ഇടുന്നതിന് മുമ്പ് നമ്മൾ പ്രൈമർ ഇടുമല്ലോ. അപ്പോൾ പ്രൈമർ ഇടുന്നതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഈ എൽഫിൻ്റെ പവർ ഗ്രിപ്പ് ഫോർമുല, ഈ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കാറില്ല. ഫൗണ്ടേഷൻ എപ്പോഴും ഇടുമ്പോൾ ഒന്നും ഇത് യൂസ് ചെയ്യാറില്ല. കാരണം നമ്മൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരു ഓൾ ഡേ എൻ്റെ മേക്കപ്പ് നിൽക്കണം എന്നുള്ളപ്പോഴോ, അല്ലെങ്കിൽ സ്വെറ്റി ആയിട്ടുള്ള വെതർ ഉള്ളപ്പോഴോ, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഈ പ്രൈമർ യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും നല്ലതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ആക്നെ പ്രോൺ കോമ്പിനേഷൻ സ്കിന്നാണ്. ഇത് ഡ്രൈ സ്കിന്നിന്, ഓയിലി സ്കിന്നിന്, കോമ്പിനേഷൻ സ്കിന്നിന് എല്ലാം നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൈമറാണെന്നാണ് പറയുന്നത്. എൻ്റെ സ്കിന്നിന് ഇത് ഓക്കെയാണ്. പിന്നെ ഇവർ പറയുന്ന ക്ലെയിം ചെയ്യുന്നത് ഡ്യൂയി ഫിനിഷ്, നാച്ചുറലി ഡ്യൂയി ഫിനിഷ് തരുമെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഡ്യൂയി ഫിനിഷ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പോസ് ഒക്കെ ഒന്ന് മിനിമൈസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഗ്ലൈഡ് ഓവർ ആകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല സ്മൂത്തും ചെയ്യും സ്കിന്ന്. അപ്പോൾ അതുകൊണ്ട് പോസൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതെനിക്ക് ഇഷ്ടമാണ് ഈ പ്രൈമർ. ഇതാണ് ഞാൻ ഒരു കുറേ ലോങ് ടൈമായിട്ട് യൂസ് ചെയ്യുന്ന പ്രൈമർ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ ഈ എസ്റ്റേ ലോഡറിൻ്റെ ഡബിൾ വെയർ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇതിൽ മാർക്സ് ആൻഡ് സ്റ്റെയിൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇത് ഞാനൊരു 4 ഇയേഴ്സായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണെന്ന് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഇത് മാറ്റ് ഫിനിഷാണ്. ഇതിന് ഒരുപാട് ഷെയ്ഡ് റേഞ്ച് ഉണ്ട്. ഇതെന്ന് പറഞ്ഞിട്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് മേക്കപ്പ് ഇട്ടതായിട്ടോ അങ്ങനെയൊന്നും നമുക്ക് തോന്നത്തില്ല. ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ അത് ഇട്ടിട്ടുണ്ട്. നല്ല സ്കിന്ന് നല്ല ഈവനായിട്ട് നമുക്ക് തോന്നും. ഞാൻ ഉപയോഗിക്കുന്ന ഷെയ്ഡ് 32W ഇത് കാണിക്കുന്നത്. ഓക്കെ, 32W കാഷ്യൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ലിങ്കിൽ എൻ്റെ പിക്ചർ എന്തെങ്കിലും കൊടുക്കാം കേട്ടോ, എൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഇത് 32W കാഷ്യൂ എസ്റ്റേ ലോഡറിൻ്റെ ഫൗണ്ടേഷനാണ്. ഇത് 24 hour ലാസ്റ്റ് ചെയ്യുമെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ 24 hour ഒന്നും ലാസ്റ്റ് ചെയ്യാറുന്നില്ല. ഒരു 8 to 10 hours എൻ്റെ ഫേസിൽ ഇത് ലാസ്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ട് ഇതുകൊണ്ട് ഇതുവരെ നോൺ കൊമഡോജനിക്കാണ്. ഇതുവരെ ഒരു ആക്നെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എനിക്കിതുകൊണ്ട്. മെയിൻ ഇച്ചിരി പ്രൈസിയാണിത്. അതിൻ്റെ പ്രൈസ് ഇതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് SPF 10 ഉണ്ട്. അതൊരു ഇപ്പോഴുന്ന എല്ലാ മേക്കപ്പ് പ്രോഡക്ട്സും SPF ഇൻക്ലൂഡ് ചെയ്താണ് വരുന്നത്. എങ്കിലും ഞാൻ വായിക്കണം ഇതിൽ SPF 10 ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റെയിൻ പ്ലേസ് മേക്കപ്പ് ലോങ് ടൈം അവർ പറയണത്. സ്വെറ്റ് പ്രൂഫ് ഒക്കെയാണെന്ന് പറയുന്നത്. പക്ഷേ സ്വെറ്റ് പ്രൂഫ് ഒന്നുമല്ല. പക്ഷേ ഞാൻ ബേസിക്കലി ഞാൻ ഒരുപാട് സ്വെറ്റ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ടായിരിക്കാം എനിക്കൊരു 10 hours വരെയൊക്കെ ഇത് ലാസ്റ്റ് ചെയ്യാറുണ്ട്.
കുറേ മുമ്പ് ഒരു വൈറലായ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, അതിപ്പോഴും വൈറൽ തന്നെയാണ്. ഷാർലറ്റ് ടിൽബറിയുടെ എയർ ബ്രഷ് ഫൗണ്ടേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂപ്പാണെന്നാണ് ഓൺലൈനിലൊക്കെ സജസ്റ്റ് ചെയ്യുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അതിൻ്റെ അതിൻ്റെ ഒരു അതുപോലെ തന്നെയുള്ളൊരു പ്രോഡക്റ്റ് എൽഫ് ഇറക്കിയിരുന്നു. എൽഫിൻ്റെ ഹാലോ ഗ്ലോ ലിക്വിഡ് ഫിൽറ്റർ. ഞാൻ ഇത് വാങ്ങിയിരുന്നു. ഇതിന് ഭയങ്കരമായ റിവ്യൂ ആയിരുന്നു. ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രോഡക്റ്റ് നല്ലതാണെന്ന് വെച്ചാൽ ആണ്, പക്ഷേ ഇത് ടെക്സ്റ്റേർഡ് സ്കിന്നുള്ളവർക്ക് ഇത് സ്യൂട്ടബിൾ അല്ല. കാരണം അതിങ്ങനെ ഫുള്ളിങ്ങനെ പാച്ചി ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. എൻ്റെ കുറച്ച് ടെക്സ്റ്റേർഡാണ്, പോസ് ഉണ്ട്, ആക്നെ ഉണ്ട്. അപ്പം ആ സമയത്ത് എനിക്കിത് സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇത് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും നല്ലതാണെന്നാണ്. ഓയില്, ഡ്രൈ, കോമ്പിനേഷന് എല്ലാ സ്കിൻ ടൈപ്പിനും നല്ലതാണെന്ന് പറഞ്ഞത്. പക്ഷേ എനിക്കങ്ങനെ അത്ര ഇതായിട്ട് തോന്നിയില്ല. കാരണം എൻ്റെ സ്കിന്നിന് ഇത് ഇപ്പോൾ പോസുള്ള ടെക്സ്റ്റൈലുള്ള സ്കിന്നിന് ഇതാകത്തില്ല. പിന്നെ അതുപോലെ തന്നെ നോൺ കൊമോഡോജനിക്കാന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്കിതിട്ടിട്ട് ആക്നെ വന്നായിരുന്നു. പിന്നെ ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് 1-2 പ്രാവശ്യമൊക്കെ ഞാൻ ഇങ്ങനെ ചുമ്മാ വെറുതെ ഇട്ടിട്ടുണ്ട്. അല്ലാതെ റെഗുലറായിട്ട് ഞാനിത് യൂസ് ചെയ്യാറാണ്. ഇത് എപ്പോൾ യൂസ് ചെയ്താലും എനിക്ക് ആക്നെ വരും. അതുകൊണ്ട് ഞാനിതങ്ങനെ യൂസ് ചെയ്യാറില്ല. കൺസീലറിന് വേണ്ടി ഞാൻ കൺസീലർ വാങ്ങി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ കൺസീലർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം എൻ്റെ ഫൗണ്ടേഷൻ ഫുൾ കവറേജ് ആണ്. എസ്റ്റേ ലോഡറിൻ്റെ ഫൗണ്ടേഷൻ അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്യും. പിന്നെ എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക്, പക്ഷേ ഇത് ചെയ്യാനുള്ളത് സ്റ്റെപ്സ് ചെയ്യാനുള്ള മടിയുണ്ട് എനിക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫസ്റ്റിൽ മോയ്സ്ചറൈസർ ഇട്ട് സൺസ്ക്രീൻ ഇട്ട് പിന്നെ ഞാൻ നേരെ ഫൗണ്ടേഷൻ ഇടുകയുള്ളൂ. ഈ കൺസീലർ ഭയങ്കര റിവ്യൂ ഉള്ളൊരു കൺസീലറാണ്. നിക്സിൻ്റെ പ്രൊഫഷണൽ മേക്കപ്പ്, അതിൻ്റെ ബെയർ വിത്ത് മീ കൺസീലർ സിറം. ഇതാണ് ആ കൺസീലർ. പക്ഷേ ഇത് ഞാൻ 2 പ്രാവശ്യം ഇട്ടിരുന്നു. നന്നായിട്ട് കവർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല കവറേജാണ്. നമ്മുടെ ഈ ആക്നയുടെ ഈ സ്പോട്ട്സ് ഇതൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് പോയായിരുന്നു. പിന്നെന്താണെന്ന് വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം നിൽക്കുകയൊക്കെ വേണം. അപ്പം മേക്കപ്പ് നല്ല സ്റ്റെപ്സ് ഫോളോ ചെയ്ത് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കൺസീലറാണിത്. കാരണം നല്ല കവറേജ് ഉണ്ട് ഇതിന്. പിന്നെ എനിക്ക് ബ്ലഷ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാനിപ്പോൾ ബ്ലഷായിട്ട് വാങ്ങി വെച്ചില്ലെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാറുണ്ടായിരുന്നു. ലിക്വിഡ് ലിപ്സ്റ്റിക്സും പിന്നെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സൊക്കെ ഞാനിങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു 2 വർഷമായില്ല ഞാൻ ബ്ലഷായിട്ട് തന്നെ മേടിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ ആദ്യം മേടിച്ച ബ്ലഷ് ഈ ഷീൻ്റെ ഒരു ബ്ലഷ് ഇറങ്ങിയിരുന്നു. ഇപ്പോൾ നാട്ടിലൊന്നും ഷീൻ കിട്ടത്തില്ലല്ലോ. അപ്പം ഇവിടെ കിട്ടുന്ന റോസ് റിച്വൽ എന്ന് പറഞ്ഞൊരു ബ്ലഷ്. ഇതിൻ്റെ ആപ്ലിക്കേറ്ററൊക്കെ നല്ല ഇതാണ്. പക്ഷേ ഇതിൻ്റെ ഇതാണ് തൊട്ട് ലോങ് ലാസ്റ്റിംഗ് അല്ല. ഒരു 2 hours കൂടെ ഒന്നും ലാസ്റ്റ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ എന്തൊരു ചുമ്മാ ഷോപ്പിങ്ങിനൊക്കെ പോയില്ലേ, അപ്പോൾ ഒക്കെ വേണമെങ്കിൽ ചുമ്മാ ഒന്നിടാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഷീനിൻ്റെ ഷീഗ്ലാം റോസ് റിച്വൽസ്. പക്ഷേ ഇതിൻ്റെ കളർ നല്ലൊരു കളറാണ്. ആപ്ലിക്കേറ്റർ നല്ല കൺവീനിയൻ്റ് ആണ്. ഇതുപോലെ തന്നെ വേറൊരു പ്രോഡക്റ്റായിരുന്നു നാസിൻ്റെ ഓഗാസം എന്ന് പറയുന്ന ഈ ബ്ലഷ്. ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ് മോസ്റ്റ് ഓഫ് ദ ടൈം. ഇപ്പോഴല്ല കേട്ടോ, അത് വാങ്ങുന്ന സമയങ്ങളിൽ ഇത് ഇറങ്ങിയ ഒരു സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഇത് കിട്ടാനൊക്കെ വളരെ പാടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ബ്ലഷ്, നാസിൻ്റെ ഓഗാസ് എന്ന് പറയുന്ന ഷെയ്ഡാണത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആപ്ലിക്കേറ്ററൊക്കെ നല്ലതാണ്. ഇതിന് നല്ലൊരു എനിക്കിവിടെ കാണാൻ പറ്റും, നല്ലൊരു പിങ്ക് കളറാണ്. അപ്പോൾ നമുക്ക് ഓരോ സ്കിൻ ടോണിനനുസരിച്ചിരിക്കും. ഇതിപ്പം എൻ്റെ സ്കിൻ ടോണൊക്കെ ഉള്ളവർക്ക് ഇത് നല്ല ഒരു ചെറിയൊരു ഡോട്ട് മതി. ഇതൊരു 4 to 6 hours ഒക്കെ ഇത് ലാസ്റ്റ് ചെയ്യും. നോൺ കൊമോഡോജനിക്കാന്നാണ് ഇതും പറയുന്നത്. എനിക്കിത് ആക്നെയൊന്നും അങ്ങനെ ഉണ്ടായില്ല ഇതിട്ടിട്ട്. പക്ഷേ ഞാൻ റെഗുലറായിട്ട് ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു ബ്ലഷാണ്. പിന്നെ ഒരു പിങ്ക് അങ്ങനത്തെ അത് ചേരുന്ന ഡ്രസ്സുകൾ വരും മാത്രമേ ഇതിടാറുള്ളൂ. വേറെ ഒരു ബ്ലഷാണ് വയർലായ റയർ ബ്യൂട്ടി. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ബ്ലഷാണ്, എൻ്റെ മൊത്തം 3 എണ്ണമാണുള്ളത്. റയർ ബ്യൂട്ടിയുടെ വയർലായൊരു ബ്ലഷാണിത്. ജോയി എന്ന് പറയുന്ന ഷെയ്ഡാണിത് റയർ ബ്യൂട്ടിയുടെ. ഇത് ആക്ച്വലി ക്വൈറ്റ് എക്സ്പെൻസീവ് ആണിത്. ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ ഒരു ഡോട്ട് ഇട്ടാൽ മതി, ഭയങ്കര കളറാണ് ഇതിന്. ഇത് ആക്ച്വലി ഞാൻ നോക്കിയ കളേഴ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട്, ആ ഷെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കിട്ടിയ ഒരു ഷെയ്ഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇത് കണ്ടാലേ നല്ലൊരു കളറാണ്. ഇത് ഷീഗ്ലാമിൻ്റെ കളറുമായിട്ട് കുറച്ചൊരു സിമിലാരിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതാണ്ടൊരു കളറാണ് ഈ ജോയി, അതിൻ്റെ തന്നെ മാച്ച് ചെയ്യുന്നൊരു കളറാണ്.
ചെറിയൊരു ഡോട്ട് ഇട്ടാൽ അത് ഭയങ്കര കളറാണ്. ഈ ഒരു ഡോട്ട് തന്നെ വേണം, ഈ ഹാഫ് ഡോട്ട് നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭയങ്കര കളറാണ് ഇതിന്. ഞാൻ എൻ്റെ മേക്കപ്പ് എല്ലാം കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഇടുന്നത്. ഞാൻ ബ്രഷും അങ്ങനത്തെ സ്പോഞ്ച് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം, അതൊക്കെ യൂസ് ചെയ്ത് നമ്മളത് പ്രോപ്പറായിട്ട് വാഷൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് അത് നന്നായിട്ട് സ്കിൻ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ആഗ്നേസ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടി അതൊരു കോസ് ആവും. അപ്പോൾ അതിൽ നല്ല നമ്മുടെ കൈയെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പം അത് വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഇതായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇത് ബ്രഷ് ചെയ്യുന്നത് മോശമെന്നല്ല കേട്ടോ പറഞ്ഞത്. അത് നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നവർക്ക് അത് നല്ലൊരിതാണ്, ബ്രഷും സ്പോഞ്ചും ഒക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനുള്ള സമയമില്ല. പിന്നെ അത് റെഗുലറായിട്ട് വാഷ് ചെയ്യുന്നതൊക്കെ എനിക്കതൊരു കുറച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹാൻഡ് വെച്ചിട്ടാണ് എല്ലാം ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യണം. ഇനി ഇതുപോലുള്ള വീഡിയോയുമായിട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് സാധിക്കുകയുള്ളൂ. സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.